ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി ഇതാ ക്രിസ്തുമസ് സമീപിച്ചിരിക്കുന്നു. പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനും നന്മകളും മംഗളങ്ങളും നേരുവാനും ഒന്നിച്ച് സന്തോഷം അനുഭവിക്കുവാനും ലഭിച്ചിരിക്കുന്ന അവസരം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ വന്നതിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ്. ദൈവം തൻ്റെ ജനതയെ രക്ഷിക്കുമെന്ന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം. യേശു ജനിച്ചപ്പോൾ അവിടുത്തെ കണ്ടുവണങ്ങുവാനായി വിദൂരദേശത്തു നിന്നും 3 ജ്ഞാനികൾ എത്തി. ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട രക്ഷകന്റെ നക്ഷത്രം കണ്ടതുവഴിയാണ് അവർ ദൈവപുത്രന്റെ ജനനവാർത്ത അറിഞ്ഞത്. ലോകരക്ഷകനെ തിരഞ്ഞ് ദീർഘദൂരം യാത്ര ചെയ്ത് എത്തിയവർ. അസാധാരണമായ അറിവുള്ളവരാണ് ജ്ഞാനികൾ. അവരാണ് അന്വേഷിച്ചിറങ്ങിയതും. വെറുമൊരു വെള്ളി നക്ഷത്രം നൽകിയ സൂചനകളുടെ വെളിച്ചത്തിലൂടെ അവർ മൂവരും മുന്നേറി. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ വലിയവരായിരുന്നിട്ടും ഒരു നക്ഷത്രവിളക്കിന്റെ ചെറുമയിൽ നിന്ന് പോലും വലിയ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ ആകാശപ്പൊട്ട് തെളിച്ച വഴിയിലൂടെ നിസ്സന്ദേഹം നടക്കാൻ അവർ ധൈര്യപ്പെട്ടു. കുട്ടിത്താരകം കാട്ടിക്കൊടുത്ത അടയാളങ്ങളെ അവർ നിസ്സാരങ്ങളായി കരുതിയിരുന്നെങ്കിൽ കാലിക്കൂട്ടിൽ എത്തിച്ചേരാനോ കുഞ്ഞിനെ കാണാനോ കാണിക്കകൾ കൊടുക്കാനോ അവർക്ക് കഴിയുകയില്ലായിരുന്നു. കയ്യിൽ കരുതിയ കാഴ്ചദ്രവ്യങ്ങൾ പോലെ തന്നെ കുഞ്ഞു താരകത്തിന്റെ മൂക സന്ദേശങ്ങളും വിലപ്പെട്ടതായി അവർ കരുതി. അറിവ് തേടി നടക്കുന്നവരും അതിൻ്റെ പ്രകാശം ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ് യഥാർത്ഥ ജ്ഞാനികൾ. അവർ സത്യാന്വേഷികളാണ്. അറിവ് ദൈവദാനമാണ്. അവിടുത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ അറിവ് അതിൻ്റെ പരകോടിയിലെത്തുക. നാളിതുവരെ നാം ആർജിച്ചെടുത്ത അറിവ് ദൈവത്തെ തേടാനും അനുഭവിച്ചറിയാനും നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. അറിവിൻ്റെ ആധിക്യം ഒരിക്കലും നമ്മെ അന്ധരാക്കാൻ നാം അനുവദിക്കരുത്. അറിവിൻ്റെ പൂർണ്ണത ദൈവമാണെന്ന തിരിച്ചറിവിലേക്ക് നാം അനുനിമിഷം തിരിഞ്ഞു നടക്കുക. നമ്മുടെ പാണ്ഡിത്യവും പരിജ്ഞാനവുമൊക്കെ സർവജ്ഞനായവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി അവന് പാദസേവ ചെയ്യട്ടെ. നമ്മുടെ അറിവ് ഒരു നാളും അധികമാവില്ല. നമ്മുടെ ചുറ്റുമുള്ള ചെറുതും വലുതുമായ ചരാചരങ്ങൾക്കോരോന്നിനും എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അടച്ചുപൂട്ടി അകത്തിരുന്ന് ആയുസ് തീർക്കാതെ അന്വേഷിച്ചിറങ്ങുക, അറിവിനെയും അതിൻ്റെ ഉറവിടമായവനെയും. ജ്ഞാനികൾ കണ്ട നക്ഷത്രം ഉണ്ണിയേശുവിലേക്ക് അവരെ നയിച്ചു. അതുപോലെ തന്നെ ഈ ക്രിസ്തുമസ് വേളയിൽ നാം കാണുന്ന ഓരോ നക്ഷത്രവിളക്കും നമ്മുടെ മനസ്സിനെ യേശുവിലേക്ക് നയിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. ദൈവസ്നേഹം മനുഷ്യരൂപം എടുത്തതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസായി നാം ആഘോഷിക്കുന്നത്. നോമ്പിലൂടെ നമ്മെ തന്നെ ഒരുക്കിയും കണ്ടിട്ടും മതി വരാത്ത നാനാവിധ വർണ്ണങ്ങളിലുള്ള ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടൊരുക്കിയും മാലാഖമാരുടെ ഉണർത്തുപാട്ടുമായി വരുന്ന കരോൾ സംഘത്തെ സ്വീകരിച്ചും കൊച്ചു കൊച്ചു നന്മകൾ കൊണ്ട് അലങ്കരിച്ച ക്രിസ്തുമസ് കേക്ക് ഒരുക്കിയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. വചനമാംസമായി ബേത്ലഹേമിലേക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കും നടന്നെടുക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.